നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാർജയിൽ മരണപ്പെട്ട കൊല്ലം സ്വദേശിനിയുടെ മകൾക്കും സ്വന്തം അച്ഛനെ ഭയമാണ്. തന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അതുല്യയുടെ പിതാവ് രാജശേഖരൻ പറയുമ്പോൾ ഇവരുടെ കുട്ടിയും ഈ രാജശേഖരൻ പിള്ളയോടൊപ്പമാണ് താമസിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ മുതൽ തന്നെ അതുല്യയുടെ ഭർത്താവ് സതീഷ് ഉപദ്രവം തുടങ്ങിയിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം തുടങ്ങിയിരുന്നുവെന്നും രാജശേഖരൻ പിള്ള പറയുന്നു. മാത്രവുമല്ല, തന്റെ സഹോദരിക്ക് അയച്ച വാട്സപ്പ് ചാറ്റിലെല്ലാം വ്യക്തമായി തന്നെ ഈ അതുല്യ പറഞ്ഞിട്ടുണ്ട്. 3 ദിവസമായി ഞാൻ മിണ്ടിയിട്ടെന്നും എന്നെ ഉപദ്രവിച്ച പാടുകളാണിതെന്നും പറയുന്നു. ഡിവോഴ്സ് ആണ് നല്ലതെന്ന് തോന്നുന്നു എന്നും പറയുമ്പോഴും എനിക്ക് വയ്യ 24 മണിക്കൂർ ഈ മുറിയിൽ കിടക്കാൻ എന്നും പറയുകയാണ്. ജീവിതം വല്ലാത്ത അവസ്ഥയിലാണ് എന്നും അതുല്യ സഹോദരിക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ എല്ലാം വ്യക്തമാണ്. ബന്ധമൊഴിയാൻ തീരുമാനിച്ചതാണെന്നും എന്നാൽ കോടതി കൗൺസിലിംഗിലൂടെ ഒന്നിപ്പിക്കുകയായിരുന്നു. അമിതമായി മദ്യപിച്ച് മകളെ മൃഗീയമായി ഉപദ്രവിക്കുകയായിരുന്നു. മകൾ ഒരുപാട് അനുഭവിച്ചു. ഒരു ദിവസം പോലും ഭാര്യ എന്ന നിലയിൽ സന്തോഷമായി ജീവിച്ചിട്ടില്ല. തിരിച്ചു വരണമെന്ന് മകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സതീഷ് അതിന് അനുവദിച്ചിരുന്നില്ല. മദ്യപിക്കുമ്പോൾ ടച്ചിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവളെ അവിടെ നിർത്തിയത്. ഷൂലേസ് കെട്ടിക്കൊടുക്കുന്നത് വരെ മകളാണ്. ഭാര്യ എന്ന പരിഗണന നൽകിയിരുന്നതേയില്ല. 10 വയസ്സുള്ള കുഞ്ഞിനെ കരുതിയാണ് മകൾ സഹിച്ചിരുന്നത്. തന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും മകൾക്ക് നീതി ലഭിക്കണമെന്നും അതുല്യയുടെ അമ്മ തുളസിഭായ് പറയുന്നു. അങ്ങനെ മരിച്ചാൽ എന്നെ അയാൾ കൊന്നതാണ് എന്ന് അമ്മ കരുതണമെന്നും പറഞ്ഞിരുന്നു. ജന്മദിനത്തിന്റെ അന്ന് മകൾ ഒരിക്കലും മരിക്കില്ല. പരസ്പര വിരുദ്ധമായാണ് സതീഷ് എപ്പോഴും സംസാരിക്കാറുള്ളത്. അവളെ കെട്ടിത്തൂക്കിയതായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ സതീഷിന് സംശയവും ഭീഷണിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. മൂക്കറ്റം കുടിച്ചാണ് മകളെ ഉപദ്രവിച്ചിരുന്നത്. മകളുടെ മുന്നിൽ വെച്ചും അതുല്യയെ ഉപദ്രവിച്ചിരുന്നു, അമ്മ വ്യക്തമാക്കി. കൊല്ലം സ്വദേശിനി അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് സതീഷിനെതിരെ പോലീസ് കേസെടുത്ത് കൊലക്കുറ്റമാണ് എടുത്തിരിക്കുന്നത്. അതുല്യയുടെ കുടുംബം നൽകിയ പരാതിയിൽ ചവറ തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തു. സതീഷിനെതിരെ ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കൊല്ലം സ്വദേശിനി അതുല്യ ഷാർജയിലെ ഫ്ളാറ്റിലാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കുടുംബമാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. വിവിധ വകുപ്പുകൾ ചേർത്താണ് പരാതി എടുത്തിട്ടുള്ളത്. കൊല്ലം ചവറ തെക്കുംഭാഗം കോയിവിള അതുല്യ ഭവനിൽ അതുല്യ സതീഷിനെയാണ് ഷാർജയിലെ റോളയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ദുബായിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് സതീഷും അതുല്യയുമായി രാത്രി വഴക്കുണ്ടായതായി ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് സതീഷ് കൂട്ടുകാരോടൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ 4ഓടെ തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സതീഷ് സ്ഥിരം മദ്യപിക്കുന്നയാളാണെന്നും അതുല്യയെ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസിൽ മുൻപ് പരാതി നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി UAE-യിലുള്ള സതീഷ് 1.5 വർഷം മുമ്പാണ് അതുല്യയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നേരത്തെ ദുബായിലായിരുന്നു താമസം. ദമ്പതികളുടെ ഏക മകൾ ആരാധിക 10 വയസ്സ് മാത്രമാണ് പ്രായം. അതുല്യയുടെ മാതാപിതാക്കളായ രാജശേഖരൻ പിള്ളയ്ക്കും തുളസിഭായ്ക്കും ഒപ്പമാണ് നാട്ടിൽ സ്കൂളിൽ പഠിക്കുന്നത്. ഏക സഹോദരി അഖില ഗോകുൽ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിന് സമീപം തന്നെയാണ് താമസിക്കുന്നത്. ഭർത്താവിന്റെ പീഡനങ്ങളെക്കുറിച്ച് അതുല്യ അഖിലയോട് പറഞ്ഞിരുന്നു എന്നാണ് വിവരം. എന്നാൽ അഖില എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാത്തതെന്നടക്കമുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മകൾക്ക് സ്വന്തം അച്ഛനെ ഭയമാണ്. ഇയാൾക്ക് എന്നാൽ മകളെ അവിടെ ഷാർജയിൽ നിർത്തി പഠിപ്പിക്കണമെന്നൊക്കെയായിരുന്നു. എന്നാൽ മകൾക്ക് അമ്മയൊക്കെ തന്നെ തന്റെ മുന്നിൽ വെച്ച് അമ്മയൊക്കെ തല്ലിയും അടിച്ചും കൊല്ലാൻ ശ്രമിച്ചും ഒക്കെ തന്നെ വളർന്നതിനാൽ തന്നെ ആ കുഞ്ഞിന് അച്ഛനെ വളരെ പേടിയാണ്. കഴിഞ്ഞ മാസം നാട്ടിലെത്തിയിരുന്നു എല്ലാവരും കൂടി ചേർന്ന് വിസയുമായി ബന്ധപ്പെട്ട് ഫാമിലി വിസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തിരക്കാൻ. എന്നാൽ തിരിച്ചു പോകേണ്ടിയിരുന്നില്ല എന്ന തീരുമാനം എടുക്കേണ്ടതായിരുന്നു. കോടതിയാണ് ഇരുവരെയും വീണ്ടും കൗൺസിലിംഗ് വഴി ഒന്നിപ്പിച്ചതെന്ന് കൂടിയുള്ള കാര്യവും അച്ഛൻ സൂചിപ്പിക്കുകയാണ്.